ജമ്മുവിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചിരിയാണ്. ഗൗതം, താഴ്വരയിലെ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിധിയെഴുത്ത് എങ്ങനെയാണ്? നാഷണൽ കോൺഫറൻസ് ചെറിയ ഭൂരിപക്ഷം നേടുമ്പോൾ PDP അമ്പയെ കിതക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒപ്പം BJP കൂടുതൽ കരുത്ത് കാട്ടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. KP ഇപ്പോൾ BJP 28 സീറ്റുകളിലാണ് ജമ്മു കാശ്മീരിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് ജമ്മു കാശ്മീരിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനമായി ഇതിനെ വിലയിരുത്തേണ്ടി വരും. 1987 ആദ്യമായി BJP ജമ്മു കാശ്മീരിൽ അക്കൗണ്ട് തുറക്കുന്നത്. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളാണ് 1987 BJP വിജയിച്ചത്. പിന്നീട് 1996 എത്തുമ്പോൾ അത് 8 സീറ്റായി ഉയരുകയും 2001 അത് കേവലം 1 സീറ്റായി ചുരുങ്ങുകയും ചെയ്തു. പിന്നീട് 2008 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റുകൾ നേടിക്കൊണ്ട് BJP ആദ്യമായി ഒരു 2 അക്ക സംഖ്യത്തിലേക്ക് കടന്നു. പിന്നീട് 2014 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റുകൾ നേടി. എന്നാൽ ഈ തവണ ജമ്മു കാശ്മീരിൽ ജമ്മു റീജിയണിൽ 27 സ്ഥലത്ത് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം ജമ്മു കാശ്മീരിൽ BJP നടത്തുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ നേടിക്കൊണ്ട് BJP വലിയ മുന്നേറ്റം ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ നടത്തിയിരുന്നു. അതേസമയം പൂർണ്ണമായ ചിത്രം നോക്കുമ്പോൾ നാഷണൽ കോൺഗ്രസ് സഖ്യമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. 50 സീറ്റിലേക്ക് നാഷണൽ കോൺഗ്രസ് സഖ്യത്തിന്റെ ലീഡ് നില എത്തിയിരിക്കുകയാണ്. 90 അംഗ നിയമസഭയിൽ 46 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 90 അംഗ നിയമസഭ എന്ന് പറയുമ്പോൾ വോട്ടെടുപ്പ് നടക്കുന്ന, അതായത് തെരഞ്ഞെടുപ്പ് നടന്നത് 90 നിയമസഭാ മണ്ഡലങ്ങളിലാണ്. ജമ്മു കാശ്മീർ നിയമസഭയുടെ ആകെ അംഗബലം എന്നത് 119 ആ 119 24 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. കാരണം അത് പാക് അധിനിവേശ ജമ്മു കാശ്മീരിലാണ് ഈ 24 മണ്ഡലങ്ങൾ വരുന്നത്. അത് ഏതെങ്കിലും ഒരു കാലത്ത് POJK ഭാരതത്തിന്റെ ഭാഗമാകുന്ന സമയത്ത് അവിടെയും നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തും. അതുകൂടാതെ 5 നോമിനേറ്റഡ് അംഗങ്ങളെ ലഫ്റ്റനന്റ് ഗവർണർക്ക് നിയമിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ 95 അംഗ നിയമസഭയിൽ 48 സീറ്റ് കേവല ഭൂരിപക്ഷത്തിന് വേണം. ഇപ്പോൾ 50 സീറ്റിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ലീഡ് ചെയ്യുന്നു. അതിൽ കോൺഗ്രസ് 8 സീറ്റുകളിൽ മാത്രമേ ലീഡ് ചെയ്യുന്നുള്ളൂ. നാഷണൽ കോൺഫറൻസ് ആണ് ബാക്കി സീറ്റുകളിൽ മുഴുവൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ചേർന്നുകൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കുവാനുള്ള നീക്കം നടക്കുന്നുണ്ട്. അതേസമയം BJPയെ സംബന്ധിച്ച് 28 സീറ്റുകളിൽ ലീഡ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ 2014 BJP രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായിരുന്നു. അന്ന് PDP ആണ് 28 സീറ്റുകളുമായി ഏറ്റവും വലിയ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായത്. ഈ തവണ നാഷണൽ കോൺഫറൻസ് ഏറ്റവും വലിയ കക്ഷിയാകുമ്പോൾ തൊട്ട് താഴെ BJP വീണ്ടും രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായി മാറുന്നു. മാത്രമല്ല ഇത്തവണ ജമ്മു കാശ്മീർ താഴ്വരയിലും BJP വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് 19 മത്സരിക്കുന്നത് തന്നെ. ഇത്തവണ താഴ്വരയിൽ വോട്ടുകളും കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ BJPക്ക് സാധിച്ചു വരുന്നത് ശ്രദ്ധേയമാണ്. ജമ്മു കാശ്മീരിൽ ഗൗരവം സൂചിപ്പിച്ചതുപോലെ തന്നെ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് മുന്നേറ്റം നടത്തുമ്പോൾ അവിടെ പല മണ്ഡലങ്ങളിലും സ്വതന്ത്രം ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നാഷണൽ കോൺഫറൻസിന്റെയും PDPയുടെയും മുന്നേറ്റമുണ്ടായിരുന്ന മണ്ഡലങ്ങളിലടക്കം സ്വതന്ത്രം ലീഡ് ചെയ്യുമ്പോൾ അത് ഒരു മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട സാധ്യതകളെ ഏത് തരത്തിൽ സ്വാധീനിക്കാനാണ് സാധ്യത? പ്രത്യേകിച്ച് NC നാഷണൽ കോൺഫറൻസ് മുന്നേറ്റം നടത്തുമ്പോൾ രണ്ടാമത്തെ കക്ഷിയായിട്ട് BJPയുടെ വലിയ കുതിപ്പുമുണ്ട്. ജമ്മു കാശ്മീരിലെ ആ ഒരു താഴ്വരയിൽ ഗൗരവം സൂചിപ്പിച്ചതുപോലെ തന്നെ അഭൂതപൂർവമായ ഒരു മുന്നേറ്റം, അത് പ്രധാനമന്ത്രിയുടെ വികസന കുതിപ്പിനുള്ള, വികസന രാഷ്ട്രീയത്തിനുള്ള, ഭരണ മികവിനുള്ള അംഗീകാരമായിട്ട് ജനങ്ങൾ വിധി എഴുതുന്നു എന്ന് വേണം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്വതന്ത്രരുടെ സ്വാധീനവും അവരുടെ ആ ഒരു ഇടപെടലും അല്ലെങ്കിൽ നീക്കവും ഏത് തരത്തിലായിരിക്കും ഇനിയുള്ള സാധ്യതകളെ നിർണ്ണയിക്കുക? KP 28ഓളം സീറ്റുകളിൽ ലീഡ് ചെയ്യുന്ന BJPയെ സംബന്ധിച്ച് സർക്കാർ രൂപീകരിക്കുവാൻ ശ്രമം നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസവും റാം മാധവിനെ പോലുള്ള ദേശീയ നേതാക്കൾ, BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രഭാരി റാം മാധവാണ്, അദ്ദേഹം ഉൾപ്പെടെ ചില ദേശീയ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ചത് 25-ന് മുകളിൽ സീറ്റുകൾ ഉണ്ടെങ്കിൽ BJP സർക്കാർ രൂപീകരിക്കുവാനുള്ള ശ്രമം നടത്തുമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ കണക്കുകൾ നോക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയ മുന്നണിയായി മാറുന്നത് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യമാണ്. അവർക്ക് 50 സീറ്റുകളിൽ ഇപ്പോൾ ലീഡുണ്ട്. പക്ഷേ ഇതിൽ എടുത്തു കാണേണ്ടത് KP ചൂണ്ടിക്കാണിച്ചതുപോലെ അതേഴ്സ്, അതായത് വിവിധ ചെറു കക്ഷികൾക്ക് 9ഓളം സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ചെറു പാർട്ടികൾ വേണമെങ്കിൽ BJPയുമായി സഖ്യം ചേരുന്നതിൽ അവർക്ക് മറ്റു പ്രശ്നങ്ങളില്ല. സജാദ് ലോണിയുടെ ജമ്മു കാശ്മീർ പീപ്പിൾസ് കോൺഫറൻസും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ചെറു പാർട്ടികൾ അവർക്ക് BJPയുമായി സഖ്യത്തിൽ വേണമെങ്കിൽ എത്താം. BJP അത്തരം വഴികൾ തേടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മൾ മുൻപ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ കണ്ടിട്ടുള്ളതാണ്. അതോടൊപ്പം
5 നോമിനേറ്റഡ് അംഗങ്ങളാണ് ഇവിടെ വളരെ നിർണായകമാകുന്നത് ജമ്മു കാശ്മീരിൽ. കാരണം ജമ്മു കാശ്മീരിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 5 നോമിനേറ്റഡ് അംഗങ്ങൾ വരുന്നത്. അത് ലഫ്റ്റനന്റ് ഗവർണറാണ് നിയമിക്കുന്നത്. ആ 5 പേരിൽ 2 പേർ വനിതകളായിരിക്കണം. കാരണം 2019 ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുന്ന ഘട്ടത്തിൽ അന്ന് മുന്നോട്ട് വെച്ച ഒരു നിയമമായിരുന്നു വനിതാ പ്രാതിനിധ്യം നിയമസഭയിൽ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് 2 വനിതകളെ ലഫ്റ്റനന്റ് ഗവർണർക്ക് നിയമിക്കാം എന്നുള്ളത്. ഇത് കൂടാതെ പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ നിന്നുള്ള അഭയാർത്ഥികളെ പ്രതിനിധീകരിക്കുന്ന ഒരാളും അതുപോലെ തന്നെ കശ്മീരി പണ്ഡിറ്റുകളുടെ 2 പ്രതിനിധിയും, അങ്ങനെ 5 നോമിനേറ്റഡ് അംഗങ്ങൾക്ക് വോട്ടവകാശമുള്ള 5 നോമിനേറ്റഡ് അംഗങ്ങൾ നിലവിൽ വരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും BJPക്ക് ഒരു 30 സീറ്റ് ലഭിക്കുകയാണെങ്കിൽ 35 എന്ന നിലയിലേക്ക് BJPയുടെ അംഗബലം സ്വാഭാവികമായിട്ടും കൂടുകയുണ്ടാകും. അങ്ങനെ അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 10ഓളം വരുന്ന സ്വതന്ത്രരോ അതല്ലെങ്കിൽ മറ്റ് ചെറു പാർട്ടികളോ BJPയുമായി സഖ്യത്തിന് തയ്യാറാവുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു സർക്കാർ രൂപീകരണം എന്നത് ജമ്മു കാശ്മീരിൽ BJPക്ക് അനായാസം നടത്താൻ സാധിക്കും. മുൻപ് 2014 നമ്മൾ കണ്ടതാണ്. PDPയുമായി രാഷ്ട്രീയ വ്യത്യാസം, വളരെയധികം വ്യത്യസ്തമായ ആശയധാരകളാണ് 2 പാർട്ടിയുടേതെങ്കിലും 2014 മെഹബൂബ മുഫ്തിയുടെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുമായിട്ട് BJP സഖ്യമുണ്ടാക്കുന്ന ഒരു കാഴ്ച നമ്മൾ 2014 കണ്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായും BJPയെ സംബന്ധിച്ച് ഭീകര സംഘടനകൾ ഒഴിച്ചുള്ള ജനാധിപത്യ മാർഗത്തിലൂടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഏത് രാഷ്ട്രീയ പാർട്ടികളുമായും സഖ്യത്തിലെത്തുവാൻ BJPക്ക് യാതൊരു മടിയുമില്ല. അതിനാൽ 30 സീറ്റിനടുത്ത് ഇപ്പോഴത്തെ ലീഡ് അത് നിലനിർത്തുകയും ഒരു പ്രധാനപ്പെട്ട കക്ഷിയായി മാറുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ BJP ഊർജിതമാക്കും. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്വതന്ത്രർ, അതോടൊപ്പം തന്നെ മറ്റ് ചെറു പാർട്ടികൾ, ഒപ്പം വോട്ടവകാശമുള്ള ലഫ്റ്റനന്റ് ഗവർണർക്ക് നിയമിക്കാൻ കഴിയുന്ന കശ്മീരി പണ്ഡിറ്റുകളുടെയും അതോടൊപ്പം തന്നെ പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ നിന്നുള്ള അഭയാർത്ഥികളും ഒപ്പം 2 വനിതകളും അടങ്ങുന്ന 5 നിർണായക വോട്ടുകൾ അതും കൂടി ഉപയോഗപ്പെടുത്തി BJPക്ക് സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ ഊർജിതമായി വേണമെങ്കിൽ നടത്താൻ കഴിയും. KP ഒപ്പം തന്നെ ഈ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഈ 10 വർഷങ്ങൾക്ക് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് ജനാധിപത്യത്തിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഉത്സവമായിട്ടാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളടക്കം കൊണ്ടാടിയതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നേരത്തെ ആ ദിവസങ്ങളിലൊക്കെയും ജിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഒരു ഭയവുമില്ലാതെയാണ് അല്ലെങ്കിൽ ഒരു ആശങ്കയുമില്ലാതെയാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്, തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. പക്ഷേ ഈ ഒരു കാഴ്ച വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പൊന്നും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അത്രത്തോളം മികവാർന്ന രീതിയിലേക്ക് അവിടെ ഭരണ നേട്ടം കൊണ്ടുവരാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ കലാപങ്ങളും ആസൂത്രിതമായ നീക്കങ്ങളും ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളും അടിച്ചമർത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നേട്ടങ്ങളൊക്കെയും ആ സ്വസ്ഥമായ അല്ലെങ്കിൽ സ്വൈര്യമായ ആ ഒരു ജീവിതം പ്രദാനം ചെയ്ത കേന്ദ്ര സർക്കാരിനോടുള്ള ആ ഒരു നന്ദി അത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ വോട്ടുകളായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ, അല്ലേ? KP 63.88% പേരാണ് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത്. കശ്മീരിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പോളിംഗ് നിരക്കുകളിൽ ഒന്നാണ്. നേരത്തെ KP സൂചിപ്പിച്ചതുപോലെ മുൻപ് തെരഞ്ഞെടുപ്പുകൾ പൂർണ്ണമായും ബഹിഷ്കരിക്കുകയോ അട്ടിമറിക്കുകയോ ചെയ്യുന്നതായിരുന്നു ജമ്മു കാശ്മീരിന്റെ രീതി. ഇന്നിപ്പോൾ വോട്ടെണ്ണൽ ദിവസമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ജമ്മുവിലെ ഒരു വോട്ടിംഗ് സെന്ററിലാണ്. നമുക്കറിയാം ശ്രീനഗറിൽ ജിഷ്ണുവുമുണ്ട്. നമുക്ക് എങ്ങും ഈ 2 മേഖലയിലും ജമ്മു റീജിയണിലായിക്കോട്ടെ ശ്രീനഗറിലായിക്കോട്ടെ ഒരു ചെറിയ അനിഷ്ട സംഭവം പോലും നടക്കാതെ, ഒരു ചെറിയ ആക്രമണം പോലും ഇല്ലാതെയാണ് ഈ വോട്ടെണ്ണൽ ഇത്ര സുഗമമായി ജമ്മു കാശ്മീരിലെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ധാരാളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിൽ വോട്ടെടുപ്പ് വളരെ ഭംഗിയായി നടന്നു. 63% ആളുകൾ വോട്ട് രേഖപ്പെടുത്തി. സ്ത്രീകളുടെ വലിയ പങ്കാളിത്തവും പുതിയ വോട്ടർമാരുടെ വലിയ പങ്കാളിത്തവും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കുമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വോട്ടെണ്ണൽ ദിനത്തിലും വളരെ മികച്ച രീതിയിലുള്ള പ്രതികരണം ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അനിഷ്ട സംഭവങ്ങളില്ല, ഭീകരാക്രമണങ്ങൾ ശ്രീനഗറിലോ ജമ്മുവിലോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സാഹചര്യങ്ങൾ മാറിയതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ആർട്ടിക്കിൾ 370 മരവിപ്പിച്ചതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജമ്മു കാശ്മീരിൽ ഭീകരശക്തികളെ പൂർണ്ണമായി തന്നെ അടിച്ചമർത്തുവാൻ കേന്ദ്ര സർക്കാരിന്, പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് അത് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ്, ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. വിഘടനവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ പോലും സ്ഥാനാർത്ഥികളായി എത്തുന്നു. അതായത് ഒരു കാലഘട്ടത്തിൽ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കാൻ
ജമ്മു കാശ്മീരിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത വിഘടനവാദി നേതാക്കൾ പലരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം, സാമൂഹിക അന്തരീക്ഷം ജമ്മു കാശ്മീരിൽ എത്തുന്നു എന്നതാണ്. വോട്ടെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തവർ തന്നെ ഭാരതത്തിന്റെ ജനാധിപത്യത്തിന്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ കശ്മീരിന്റെ പൊതു സാഹചര്യങ്ങൾ പൂർണ്ണമായി മാറാൻ അത് വഴിവെച്ചു. അതിനാൽ കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഏറ്റവും അധികം ആഹ്ലാദിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തേത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരിക്കും ഈ ജനാധിപത്യ പ്രക്രിയയിൽ വിജയിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. നമ്മൾ ഇന്നിപ്പോൾ കശ്മീരിൽ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് സഖ്യം മുന്നേറുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും അത് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിസൾട്ടാണ്. പക്ഷേ ആത്യന്തികമായ വിജയം ജമ്മു കാശ്മീരിൽ നേടിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ആർട്ടിക്കിൾ 370 മരവിപ്പിക്കുക എന്ന അസാമാന്യ ധൈര്യത്തോടുകൂടി എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കശ്മീരിൽ കാണുന്ന മനോഹരമായ ദൃശ്യങ്ങൾ ഓരോന്നും. KP